Hui, 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 hui. Hui, hui, hui. നമസ്കാരം. അപ്പുണ്ണീസ് കിച്ചൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും വീടുകളിൽ സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. നല്ല തേങ്ങാപ്പാലിൽ ദമ്മടിച്ചാണ് ഈ ചിക്കൻ ബിരിയാണി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ മാരിനേഷൻ, ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. 4 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസും നമുക്കിതിലേക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്യാം. എടുത്തു വച്ചിരിക്കുന്ന 2 കിലോയോളം ചിക്കൻ നന്നായി കഴുകി ചെറിയ പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. സൈസെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസാക്കാം. ഞാനിവിടെ ചെറിയ പീസുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലകളിലേക്ക് മിക്സ് ചെയ്യാം. എടുത്തു വെച്ച ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തു. ഇനി ഇത് ഒരു അരമണിക്കൂർ വച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ബിരിയാണിയുടെ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. 2ാമത്തെ സ്റ്റെപ്പ് എല്ലാ ഐറ്റംസും ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് 100 ഗ്രാം കിസ്മിസ്, 100 ഗ്രാം കാഷ്യൂനട്ട്, 200 ഗ്രാം ഗീ, അതായത് സവാളയും കാഷ്യൂനട്ടും കിസ്മിസും നമ്മൾ ഗീയിലാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഒരു 250 ml വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ്. 2 പാൻ വയ്ക്കാം. ഒന്നിലേക്ക് വെളിച്ചെണ്ണയും മറ്റൊന്നിലേക്ക് ഗീയും ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായതിന് ശേഷം ഗീ എടുത്ത പാനിലേക്ക് കാഷ്യൂനട്ട് ഇട്ടത് വറുത്തെടുക്കാം. അതേസമയം മറ്റേ പാനിലെ വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. കാഷ്യൂനട്ട് ഇവിടെ നന്നായി വറുത്തെടുത്തു. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ ഗീയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കിസ്മിസ് വറുത്തെടുക്കാം. കിസ്മിസ് നമുക്ക് അതിലേക്ക് ചേർക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കിസ്മിസ് നമുക്ക് വറുത്ത് കോരി, കാഷ്യൂനട്ട് വറുത്ത് കോരി അതേ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അതേ ഗീയിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇട്ട് വറുത്തെടുക്കാം. അത് നമ്മളുടെ ബിരിയാണിയുടെ ലെയർ അടിക്കുന്നതിനായിട്ട്, ദമ്മിൽ ലെയർ അടിക്കുന്നതിനും പിന്നെ ഗാർണിഷ് ചെയ്യാനാണ്. അടുത്ത ട്രിപ്പ് ചിക്കനും കൂടി നമുക്ക് വറുത്തെടുക്കാം. സവാള നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. 3ാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ബിരിയാണിയുടെ 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബിരിയാണിക്ക് ചിക്കൻ്റെ ഗ്രേവി, അതായത് നമ്മൾ ലെയറായിട്ട് ബിരിയാണി ദം ചെയ്യുന്നതിനായിട്ട് ചിക്കൻ്റെ ഗ്രേവി അടിക്കുന്നതിനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 8 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിനയില ചോപ്പ് ചെയ്തത്, മല്ലിയില ചോപ്പ് ചെയ്തത്, ഒരു 100 ഗ്രാം പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൈര് ഒരു 3 ടേബിൾ സ്പൂൺ തൈരുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ഗ്രീൻ ചില്ലി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഒരു പാൻ എടുത്ത് നന്നായി ചൂടായതിന് ശേഷം ഒരു 100-150 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച്, നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള അത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിനായിട്ട് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി സവാള വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത സവാളയിലേക്ക്
നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർന്ന പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. മൂന്ന് തക്കാളി നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം. എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നമ്മളുടെ മസാലകളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്ത് ഈ മസാലയിലേക്ക് നേരത്തെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ യോഗട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച പൈനാപ്പിൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ നമ്മളുടെ ചിക്കന് തരും. നന്നായി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വച്ച ചിക്കൻ അത് ഈ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ വഴറ്റിയെടുത്ത മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർക്കണം. പച്ചവെള്ളം ആരും ചേർക്കരുത് കേട്ടോ, കാരണം നമ്മളുടെ ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ പച്ചവെള്ളം ചേർക്കാതെ നന്നായി ചൂടാക്കിയ വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റോളം ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാം. വാ, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ആ ഗ്രേവിയുടെ സ്മെല്ല് നന്നായി ഫീൽ ചെയ്യും. നല്ല സ്മെല്ലാണ് വരുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്യണം, കാരണം നമ്മൾ റൈസിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് നമ്മളുടെ ഗ്രേവിയിലും ചിക്കനിലും വേണം. അപ്പോൾ നന്നായി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി, അതായത് ഇത്രയും ഗ്രേവി നമുക്ക് വേണ്ട, ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇളക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കാം. നമ്മളുടെ ചിക്കൻ തയ്യാറായി. ഇനി നമ്മളുടെ 4ാമത്തെ സ്റ്റെപ്പായ റൈസ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസും സ്റ്റെപ്പുകളും ഞാൻ പറഞ്ഞുതരാം. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കുക. ഉപ്പ് എപ്പോഴും മുന്നിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നാലേ റൈസിന് ആ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 തക്കോലം, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 6 പീസ് ഏലക്കായ, ഒരു 6 പീസോളം ഗ്രാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം അടച്ചിട്ട് തിളപ്പിക്കാം. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നേരത്തെ ബിരിയാണി അരി ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. അരി ഒരു 1/4 വേവിൽ നമുക്ക് ഊറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം അരി വേവിക്കാൻ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് വേവൊന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും. നമ്മളുടെ അരി ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ നീരും നമുക്ക് ഈ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർക്കുന്നത് അരികൾ തമ്മിൽ കൂട്ടി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത്
ഊറ്റിയെടുക്കാം അരി. ഇത് തേങ്ങാപ്പാലും കുങ്കുമപ്പൂവും ചേർന്ന മിശ്രിതമാണ്. ഇതാണ് നമ്മൾ ദം അടിക്കുന്നതിനായിട്ട് ഓരോ ലെയറിൽ ഒഴിക്കാൻ പോകുന്നത്. ഇനി നമ്മളുടെ 5ാമത്തെ സ്റ്റെപ്പായ ദം എങ്ങനെ അടിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളെടുത്ത് പാത്രത്തിലേക്ക് ഒഴിക്കുക. നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഗീ ചേർക്കുന്നത് തന്നെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1 ലെയർ ചിക്കൻ, നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ലെയർ നല്ല ഭംഗിയായി ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ്, നല്ല തുമ്പപ്പൂ പരുവത്തിൽ റൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 1 ലെയർ ഇട്ട് കൊടുക്കാം. ഇതിനു മേലെ വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച പൈനാപ്പിളുണ്ട്, അത് ചേർക്കാം. അതിന് മുകളിൽ മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുങ്കുമപ്പൂവും തേങ്ങാപ്പാലും ചേർന്ന മിശ്രിതം തളിച്ചു കൊടുക്കാം. ഇത്തരത്തിൽ 1 ലെയർ തയ്യാറായി. ഇനി 2ാമത്തെ ലെയർ നമുക്ക് തയ്യാറാക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ ചിക്കൻ, റൈസ്, അതിന് മുകളിൽ വറുത്ത ഐറ്റംസ്, പിന്നെ പൈനാപ്പിൾ, പുതിനയില, മല്ലിയില, ഇത്തരത്തിലൊരു 4 ലെയർ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 ലെയറാണ് സെറ്റ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള റൈസും ചിക്കനും പാത്രത്തിൻ്റെ അളവും അനുസരിച്ച് ലെയറിൻ്റെ എണ്ണം കൂടാനും കുറയാനും സാധ്യതകളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത്തരത്തിൽ ലെയർ അടിച്ചെടുക്കുക. ലെയർ അടിച്ചതിന് ശേഷം നല്ലൊരു അലുമിനിയം ഫോയിൽ എടുത്ത് ഭംഗിയായി ആവി പുറത്തു പോകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് നമുക്കിത് അടയ്ക്കണം. ഈ സമയം കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ദോശക്കല്ലെടുത്ത് ഒന്ന് സിം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കുക. ദം അടിച്ചതിന് ശേഷം ഈ പാത്രം നമ്മൾ ആ ദോശക്കല്ലിലേക്കാണ് എടുത്ത് വയ്ക്കുക. ഡയറക്റ്റ് നമ്മൾ തീയിൽ ദം അടിക്കില്ല. മൊത്തത്തിൽ റൈസ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള കശുവണ്ടിയും മുന്തിരിയും സവാളയും എല്ലാം വറുത്തതെല്ലാം ചേർക്കാം. കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക. അത് നമ്മൾ സർവ് ചെയ്യുന്ന സമയത്ത് ഭംഗിയായി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അലുമിനിയം ഫോയിലിട്ട് അടച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അടയ്ക്കാം. അതിന് മുകളിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിന് മുകളിൽ വയ്ക്കാം. ഇത്തരത്തിലൊരു 20 മിനിറ്റാണ് നമുക്ക് ദമ്മടിക്കേണ്ടത്. സിം ഫ്ലെയിമിൽ 20 മിനിറ്റ് ദമ്മടിക്കാം. അതിന് ശേഷം കാണാം. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി നമ്മൾ തയ്യാറാക്കി. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നല്ല മസാലയും നല്ല ടേസ്റ്റും ഉണ്ട് ബിരിയാണിക്ക്. ഞാനെന്തായാലും കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കുക ഈ റെസിപ്പി. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ആ വിലയേറെ നിർദ്ദേശങ്ങളും കമൻറ്റും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം, കൂടെ ബെൽ ബട്ടൺ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നവരെ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.